നമുക്ക് ചുറ്റുപാടും ഒരുപാട് മനുഷ്യരുണ്ട്, വ്യത്യസ്തരായ കുറേയേറെ മനുഷ്യർ. പക്ഷെ പുറമെ ചിരിക്കുന്ന പലരുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറേ പേരെ എനിക്കറിയാം, നിങ്ങൾക്കും കുറേ പേര് അറിയായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സിംഗർ ഇപ്പോൾ തമ്പനയിൽ കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലിൽ വെയിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതായത് അറൗണ്ട് ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ സ്വന്തം നെഞ്ചിലേക്ക് ഒരു തോക്കെടുത്ത് വെടിവെക്കുകയും അതിൻ്റെ ഫലമായിട്ട് മരണത്തിൻ്റെ ഒരു പടിയിലെത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും വീണ്ടും റാപ്പറായി മാറിയ ജീവിതം ഒരു സന്തോഷപൂർണ്ണമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ലിൽ വെയിൻ്റെ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പിന്നെ കുട്ടപ്പേപ്പഴ പറയുന്ന പോലെ സബ്സ്ക്രൈബുകൾ പോകുമ്പോൾ ആരാക്കുക. അപ്പോൾ കുട്ടപ്പഴ പരിപാടിയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ 10 പേര് പറഞ്ഞാൽ ഒരാൾ ചെയ്യും, സീനില്ല. നിങ്ങൾ എന്ത് പറയുന്നത് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങളില്ലെങ്കിൽ കുട്ടപ്പായില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ, അല്ലാത്തവർക്ക് കണ്ടിട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ. ഡ്വൈൻ മൈക്കിൾ കാർട്ടർ ജൂനിയർ എന്ന പേരിൽ സെപ്റ്റംബർ 27, 1982 ഹോളി ഗ്രേവിലാണ് ലിൽ വെയിൻ ജനിക്കുന്നത്. അവൻ്റെ അമ്മ ഒരു പാചകക്കാരിയായിരുന്നു. അവൻ്റെ അമ്മയുടെ 19ാമത്തെ വയസ്സിലാണ് അവർ തൻ്റെ മകനായ ലിൽ വെയിന് ജന്മം കൊടുക്കുന്നത്. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിക്കാൻ അവന് സാധിച്ചില്ല. അവൻ്റെ 2ാമത്തെ വയസ്സിൽ അവർ തമ്മിൽ വേർപിരിക്കുകയാണ് ഉണ്ടായത്. അവൻ്റെ അമ്മയുമായി ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം അവൻ്റെ അച്ഛൻ അവനെയും അവൻ്റെ അമ്മയും പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ഡ്വൈൻ എന്ന അവൻ്റെ പേരിന് പകരം അവൻ ഉപയോഗിച്ചിരുന്നത് വെയിൻ എന്ന് മാത്രമായിരുന്നു. അതെന്താണെന്ന് ഇൻ്റർവ്യൂ ചെയ്തയാൾ അവനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം, ഞാൻ ആ ഡി ഉപേക്ഷിച്ചു. അതിന് കാരണം എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ എന്നെ ഒരിക്കൽ പോലും അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ പേര് എൻ്റെ സെക്കൻഡ് നെയിമായി ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മനസ്സിൽ അയാൾ എന്നോ മരിച്ചിരുന്നു. മരിച്ചെങ്കിൽ കൂടിയും അവൻ്റെ അച്ഛൻ്റെ പേര് അവൻ്റെ ശരീരത്തിൽ അവൻ പച്ച കുത്തിയിരുന്നു. അവൻ പഠിച്ചത് ലാഫേറ്റി എലമെൻ്ററി സ്കൂളിലായിരുന്നു. അവൻ സ്കൂളിലെ നാടക ക്ലബിലും അംഗമായിരുന്നു. അവൻ്റെ 14ാമത്തെ വയസ്സിലാണ് അവൻ പഠനം ഉപേക്ഷിക്കുന്നത്. മ്യൂസിക്കാണ് അവൻ്റെ കരിയർ എന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് പാതി വഴിയിൽ അവൻ തൻ്റെ പഠനം ഉപേക്ഷിച്ചത്. 1991, അതായത് അന്ന് അവൻ്റെ പ്രായം വെറും 8 വയസ്സ് മാത്രം. അന്നാണ് അവൻ ലൈഫിൽ ആദ്യമായിട്ടൊരു റാപ്പ് സോങ് എഴുതുന്നത്. അതിനുശേഷമാണ് റെക്കോർഡ് ലേബലായ ക്യാഷ് മണി റെക്കോർഡ്സിൻ്റെ ഫൗണ്ടറായ ബ്രയാൻ ബേഡ്മാൻ വില്യംസിനെ അവൻ കാണുന്നത്. അവന് ഹിപ്പ് ഹോപ്പിനോടുള്ള ഒരു തരം പ്രത്യേക ഇഷ്ടം അയാൾ മനസ്സിലാക്കുകയും അവനെ സപ്പോർട്ട് ചെയ്യാനും അവനെ എൻകറേജ് ചെയ്യാനും അയാൾ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം റെക്കോർഡ് ലേബലിൽ വന്ന പല പാട്ടുകളിലും അവനൊരു മുൻനിര താരമായി വരികയുണ്ടായി. 1994, അന്ന് അവന് പ്രായം 12 വയസ്സ്. അന്നാണ് അവൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടാകുന്നത്. 12ാം വയസ്സിൽ തൻ്റെ റൂമിലിരുന്ന് അവൻ്റെ കയ്യിലൊരു തോക്ക് കിട്ടുകയുണ്ടായി. അബദ്ധവശാൽ തോക്കിൻ്റെ വെടിയുണ്ട അവൻ്റെ നെഞ്ചിലേക്ക് പതിച്ചു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും അന്ന് അവൻ്റെ ജീവൻ പോകേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം, തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെടുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ച് ലിൽ വെയിൻ അന്ന് പറഞ്ഞത് അത് അബദ്ധവശാൽ അറിയാതെ കയ്യിലിരുന്ന് പൊട്ടിയതാണെന്നാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അവൻ സത്യം തുറന്നു പറയുകയുണ്ടായി. റാപ്പറുമായി ബന്ധപ്പെട്ട എല്ലാം അവൻ ഉപേക്ഷിക്കണമെന്ന് അവൻ്റെ അമ്മ അവൻ്റെ 12ാമത്തെ വയസ്സിൽ വാശി പിടിച്ചു. റാപ്പർ എന്നത് പാവപ്പെട്ടവരായ നമ്മൾക്ക് പറഞ്ഞ പണിയല്ലെന്ന് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീ ആ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അവൻ്റെ അമ്മ വാശി പിടിച്ചു. ആ ഒരു കാരണം കൊണ്ടാണ് അവൻ തോക്കെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് 12ാമത്തെ വയസ്സിൽ വെടിയുതിർത്തത്. അത്രത്തോളം പാഷനായിരുന്നു അവന് റാപ്പറെന്ന് ഒരു മോഹത്തോട്. ആ ഒരു അപകടം കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ അവൻ്റെ അമ്മ നന്നായിട്ട് അവനെ നോക്കുകയും അവൻ്റെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് 1999 അവൻ 3 ആൽബങ്ങൾ പുറത്തിറക്കുന്നത്. ആ 3 ആൽബങ്ങൾ പുറത്തിറക്കുമ്പോഴും അവൻ്റെ വയസ്സ് 17 ആയിരുന്നു എന്നുകൂടി ഓർക്കണം. തൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് സോളോ ആൽബമായ ദ ബ്ലോക്ക് ഈസ് ഹോട്ട് എന്നൊരു ആൽബം പുറത്തിറക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബിൽബോർഡിൽ ആ ഒരു ആൽബം കയറി 3ാം സ്ഥാനം പിടിച്ചത്. അവൻ്റെ അമ്മ പോലും അവൻ്റെ ആദ്യത്തെ ആൽബം കണ്ട് ഞെട്ടിപ്പോയി. അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു ആൽബം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചത്.
അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ലൈഫ് തന്നെ മാറുകയായിരുന്നു. പല റെക്കോർഡ് ലേബൽ കമ്പനികൾ അവനെ സന്ദർശിക്കുകയും അവനുമായി കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് അവന് ഫാൻസിൻ്റെ ഒരു അതിപ്രഹരം വരികയും അവന് കൂടുതൽ ഫാൻസ് ഉണ്ടാവുകയും ചെയ്തത്. ഒരുപക്ഷെ അവൻ്റെ അമ്മ അവനോട് റാപ്പർ ആവണ്ടെന്ന് പറയുമ്പോൾ സൂയിസൈഡിന് പകരം അവനത് അനുസരിച്ചിരുന്നെങ്കിൽ ലിൽ വെയ്നെ പോലെ ഒരു റാപ്പറിനെ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ആളൊരു അധോലോകം മോഡായിരുന്നു. കാരണം ലിൽ വെയ്ൻ എപ്പോഴും മരിജുവാന, അതായത് കഞ്ചാവ് കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അത് സ്മോക്ക് ചെയ്യുന്നതായിരുന്നു ആളുടെ വിനോദം എന്ന് പറയുന്നത്. അതല്ലാതെ കയ്യിൽ എപ്പോഴും ഒരു തോക്കുണ്ടാവും. തോക്കിന് ലൈസൻസ് ഉണ്ടെങ്കിലും തോക്കും കയ്യിൽ കൊണ്ടാണ് ആൾ നടക്കുന്നത്. ജൂലൈ 22, 2007 ഒരു ലൈവ് പെർഫോമൻസിനിടയിൽ ബസ്സിൻ്റെ സൈഡിൽ നിന്ന് ലിൽ വെയ്നും തൻ്റെ ഒരു സുഹൃത്തും കൂടി മരിജുവാന കഞ്ചാവ് വലിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 2009 ഇതുപോലൊരു സംഭവത്തിൻ്റെ പേരിൽ വീണ്ടും ലിൽ വെയ്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. തനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവൻ തൻ്റെ പാട്ടുകളിലൂടെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവൻ്റെ പാട്ടുകൾക്ക് കൂടുതൽ ആളുകൾ അവനിലേക്ക് അടുക്കുകയും അവൻ്റെ പാട്ടുകൾക്ക് ഫാൻസ് ഉണ്ടാവുകയും ചെയ്തു. ഒട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ലിൽ വെയ്ൻ. അതായത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ അയാൾ സഹായിച്ചിരുന്നു. മാർച്ച് 29, 2011 അവൻ ആ ഒരു പ്രഖ്യാപനവും മുന്നോട്ട് വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു അവൻ റിട്ടയർമെൻറ്റിന് ആഗ്രഹിക്കുന്നു. ഇനി അവൻ ഒരിക്കലും റാപ്പുകൾ ചെയ്യുന്നില്ല. അപ്പോൾ അവൻ്റെ ഫാൻസിന് അത് വളരെയധികം ദുഃഖമുണ്ടാക്കി. പലരും ഹാഷ്ടാഗുമായിട്ട് അവൻ്റെ പുറകെ വരികയും അങ്ങനെ നിർത്തി പോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും അവൻ കേട്ടില്ല. ഒട്ടും സ്വാർത്ഥനല്ലാത്ത ലിൽ വെയ്ൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എപ്പോഴായാലും ഞാനും മാറിക്കൊടുക്കണം. അതായത് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പിള്ളേർ വരുമ്പോൾ അവരെയും എല്ലാവരും അംഗീകരിക്കണം. അതിൻ്റെ ഇടയ്ക്കിൽ ഈ 35 വയസ്സുകാരനായ ഞാൻ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി 4 മക്കളുണ്ട്. എനിക്ക് അവരുടെ കാര്യം നോക്കണം. അതിനിടയ്ക്ക് ലൈവ് പെർഫോമൻസും റാപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ ഒരു തീരുമാനം അവൻ്റെ ഫാൻസ് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാരണം ഒട്ടും സ്വാർത്ഥനല്ലാത്ത, അതായത് സ്വയം എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് മാത്രം വിചാരിക്കുന്നവർക്കിടയിൽ നിന്നാണ് ലിൽ വെയ്ൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ 2012 ഒഫീഷ്യലായി അയാൾ റിട്ടയർ ചെയ്തു. അയാളുടെ അവസാനത്തെ ആൽബമായിരുന്നു കാർട്ടർ 5. ഈ ഒരു ലിൽ വെയ്ൻ്റെ വീഡിയോ നമുക്കും പറഞ്ഞു തരുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക, സ്വപ്നങ്ങൾക്ക് പുറകെ പോവുക, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, തോൽവികളെ പുറകിലാക്കുക, അഹങ്കാരവും കുശുമ്പും അസൂയവും ദേഷ്യവും എല്ലാം മാറ്റിവെച്ച് സ്വപ്നങ്ങൾക്ക് പുറകെ പോവുക. ഒരിക്കൽ നിങ്ങളുടെ സ്വപ്നങ്ങളും സഫലമാകും. ലിൽ വെയ്ൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലിൽ വെയ്ൻ്റെ ലൈഫ് സ്റ്റോറി ഇതായിരുന്നു. പിന്നീട് പറയാനുള്ളത് ആൽബങ്ങളെക്കുറിച്ചാണ്. ആൽബങ്ങളും അതിൻ്റെ ബിൽബോർഡ് ഹോട്ട് ചാർട്ടിലെ നമ്പേഴ്സും ഒക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ലൈഫിലൂടെ മാത്രം സഞ്ചരിക്കുന്നതാണെന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ കുട്ടപ്പ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ കുട്ടപ്പായ് സൈനിങ് ഔട്ട്. I didn't see this.